ചെറുമൊന്ന് തുറന്ന് കാണാൻ പിന്നെയും ഒരു ആഗ്രഹം എല്ലാരും എപ്പോഴും പറയുന്നുണ്ട് ബൈച്ചേട്ടാ. അതിന്റെ സത്യാവസ്ഥ യെസ്, ഞാൻ ശരിക്കും പറഞ്ഞാ ബൈജു മേഴ്മനയുടെ വീട്ടിൽ ഒരു മുറിയിൽ ഒരു രഹസ്യ നിധികളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്നാ അതെന്ത് നിധിയാണെന്ന് കണ്ടിട്ട് പോട്ടെ. എല്ലാരും പറയുമ്പോ എന്നോട് നിധി എന്താന്ന് കാണാം കേട്ടോ. നിധി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ കവറിലൊക്കെ ഇട്ടിട്ട്? ഇത് നമ്മുടെ സൂട്ടിന്റെ കവറല്ലേ, സൂട്ടിന്റെ ഒക്കെ കവർ പോലത്തെ. ഇത് നമ്മുടെ ഡ്രസ്സിന്റെ കവറാണല്ലോ. ഇതിലാണോ നിങ്ങൾ പൈസയൊക്കെ വെക്കുന്നത്? പൈസയാണോ നമ്മള് കാണാൻ? ഇതായിരുന്നു എന്റെ എല്ലാരും കണ്ടാണ് പ്രേക്ഷകര് നമ്മുടെ. ഓ, ഇത് അവളുടെ എൻഗേജ്മെന്റിന്റെ ഡ്രസ് അല്ലേ? ബ്യൂട്ടിഫുൾ ഡ്രസ് ആയിരുന്നു. നമ്മുടെ ഫാറ്റീസിന്റെ നൗഷിക. ഓ, അവര് ഡിസൈൻ ചെയ്തതാ? അവര് തന്നെയാണ് ഇപ്പൊ വെഡിങ്ങും ഗൗൺ ഡിസൈൻ. ആ, നല്ല ഭംഗിയുണ്ടായിരുന്നു ഡ്രസ് കാണാനായിട്ട്. ഇതാണ് നിലവറ, ഇതാണ് ട്രഷർ അല്ലേ? ഓ, നല്ല ഡ്രസ് ആയിരുന്നു. അവരാണ് ഇപ്പൊ കല്യാണത്തിന് അവര് തന്നെയാണ് ഡിസൈൻ നേരത്തെ. ആ, നമ്മള് മുമ്പേ കണ്ട ബാൽക്കണി. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ബാൽക്കണി. ആ, നമ്മള് മുമ്പേ കണ്ടല്ലോ. ആ, സെയിം. ഇങ്ങനെ ഫുൾ അങ്ങ് പോവാം. ഓക്കേ. അപ്പൊ ഇനി നിലവറ കാണിച്ചില്ല എന്നുള്ള ഇനി ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ആവണ്ട. എന്താണ് നിലവറ? ഇവിടെ വേറെ പെട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് തുറന്നു നോക്കി ഇങ്ങനെയൊക്കെ ഇല്ല, ഈ ലൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആരും വിചാരിക്കില്ലല്ലോ. ഈ പറഞ്ഞ ഈ കബോർഡിന്റെ അടിയിലോട്ട് ഒരു ഗോവണി ഉണ്ട്. വെറുതെ അല്ല, ഞാൻ ആ ഗോവണി കൂടെ ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിച്ചു വന്ന മുറി. ഇതാണ് മക്കളെ, ഇതാണ് ആ മുറി. ആ, ഓക്കെ. എനിവേ, അതൊക്കെ എന്തായാലും സന്തോഷം. നമ്മള് വേറൊരു നിധി കണ്ടില്ലേ? ഇതിന്റെ മേളിൽ ഒരു ഇതുണ്ട്, അതിപ്പോ കയറുന്നില്ല. പക്ഷെ അവിടെ വർക്ക് കിടക്കാണ്. അവിടെ ഒരു ഹോം തിയേറ്റർ ചെയ്യണം, വലിയൊരു സ്പേസ് കിടക്കുന്നുണ്ട്. അവിടെ ഒരു ഹോം തിയേറ്റർ, അതുപോലെ നെക്സ്റ്റ് ടൈം വരുമ്പോ കാട്ടി ഹോം തിയേറ്റർ, ഫിലിമിന്റെ ഇരുന്ന് വായിക്കാൻ ബുക്സ്, പഴയ അങ്ങനെ കുറെ സാധനം ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നത്തെ ഫിലിം റോള് അങ്ങനെ. ഞാൻ സിനിമ ഓപ്പറേറ്റ് അതായത് പണ്ടത്തെ ഇതില് സ്പ്രോക്കറ്റ് ആണല്ലോ, കാർബൺ ഒക്കെ വെച്ചിട്ട് ഞാൻ ഓടിക്കുമായിരുന്നു സിനിമ. പിന്നെ സ്വന്തമായിട്ട് തിയേറ്റർ ഒക്കെ ഉള്ള മനുഷ്യൻ ഇതൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിലാണ് അതോടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് അങ്ങനെ ഒന്ന് ഇത് ചെയ്യണം. അതായത് മേളിൽ ഫുൾ ഒരു ഫ്ലോർ അങ്ങനെ. ഓ, ഓക്കെ. അപ്പൊ അതിന് നെക്സ്റ്റ് ടൈം വരുമ്പോ അതും കൂടെ കാണാം കേട്ടോ. ഹോം ടൂർ 2. യെസ്, അതെ. സെക്കൻഡ് ടൈം വരുമ്പോ എന്തെങ്കിലും ഒക്കെ, അത് കല്യാണത്തിന്റെ ഒക്കെ ശേഷം വരാം. ഇതുപോലെ ഇവിടുന്ന് അങ്ങനെ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഒരു സ്പേസ് കിടക്കുന്നുണ്ട്. അങ്ങനെ നടന്നു പോയാൽ അങ്ങനെ അങ്ങ് പോവും. ഇത് മൊത്തം എത്രയുണ്ട് സ്ഥലം? അതൊന്നും അറിയില്ല. കൊള്ളണോ? ഞങ്ങള് വീഡിയോയില് ഫുൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ പറയാം കേട്ടോ. ഇതെല്ലാം സീക്രട്ട് ആണ്. ഇതൊക്കെ ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എത്ര ഏക്കർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് എത്ര ഏക്കർ? 5ഓ 10ഓ? എല്ലാം ബ്രെയിൻ ഡാഡിയുടെ ആണ്. പക്ഷെ അങ്കിളിനെ കണ്ട പറയില്ലോട്ടോ, ഇന്നും വളരെ സിമ്പിൾ ആയിട്ടാണ് അങ്കിള്. ഭയങ്കര വളരെ സോഫ്റ്റ് സ്പോക്കൺ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ശരിക്കും ഒരു ഇതും ഇല്ല, ഒരു ജാടയോ. അല്ലെ നമ്മൾ വിചാരിക്കും ഇത്രയും കാശുകാരെന്നൊക്കെ പറയുമ്പോൾ. മാത്രല്ല ബൈച്ചേട്ടന്റെ അച്ഛനാണ് എനിക്ക് തോന്നുന്നു ഈ ഹിസ്റ്ററിയിൽ തന്നെ ഇത്ര അധികം 49 തവണയോ എന്തോ വൈസ് പ്രസിഡന്റോ 40 വർഷം അല്ലെ? ആരുമില്ല ഇങ്ങനെ 40 വർഷം പ്രസിഡന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയണത്. അപ്പം ഈ ഒരു നാട്ടില് ഇവർക്കുള്ള ആ ഒരു സപ്പോർട്ട് എത്രയാന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും രാഷ്ട്രീയത്തില് ഞങ്ങൾ ഈ വീടും പരിസരവും ഫുൾ ക്യാപ്ചർ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഇത് ഫുൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഏരിയ കൂടെ നടക്കാൻ ബൈച്ചേട്ടാ, അപ്പോഴാണ് ഈ ചെടികളൊക്കെ കൂടെ നമ്മുടെ ക്യാമറയിൽ പതിയുള്ളൂ. ആ, ബൈച്ചേട്ടൻ പറഞ്ഞോ. ഡാഡിയാണ് ഇതെല്ലാം. ഡാഡി ശരിക്കും ഈ ഞങ്ങളുടെ പ്രധാന ബിസിനസ് തിയേറ്റർ വരുന്നതിന് മുമ്പ് ഇപ്പോഴും ഒക്കെ പ്രധാന ബിസിനസ് ചെമ്മിങ്കെട്ടാണ്. ഞാനൊരു ഗ്ലാസ് എനിക്ക് പറ്റൂല, ഈ വെയിലടിച്ചു ഇപ്പൊ തലവേദനിക്കും. ഡാഡിയാണ് ഇതെല്ലാം ഇത് ചെയ്തത്. പിന്നെ തിയേറ്റർ ഡാഡി ഉണ്ടാക്കി. ഡാഡിക്ക് സിനിമയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ തിയേറ്റർ വരുന്നേ. തിയേറ്റർ വന്ന മുതൽ മൂത്ത മോനല്ലേ? ഞാൻ മൂത്ത മോൻ. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ബ്രദർ. ഇളയ ബ്രദർ ഇവിടെ ഉണ്ട്. അവനെ ഇന്ന് കാണാം, ഇവിടെ ഉണ്ടാവും. അച്ഛന്റെ കൂടെ അനിയനും ഫാമിലിയാണ് താമസിക്കുന്നത്. മറ്റേ സിസ്റ്റേഴ്സ് എവിടെയാ ബൈച്ചേട്ടാ? ഒരാൾ എറണാകുളത്ത്, ഒരാൾ തൃപ്പൂണിത്തുറയില്. തൃപ്പൂണിത്തുറ എവിടെയാ? തൃപ്പൂണിത്തുറ അമ്പിളി നഗർ. അമ്പിളിനഗർ നമ്മുടെ അടുത്ത് തന്നെയാ. ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ടോ? ഇവിടെ ഇടയ്ക്ക് വന്നിരിക്കും. ഞാൻ എല്ലാ സ്പേസും ശരിക്കും നല്ല സ്ഥലം. ഇവിടെ ഒരു ഊഞ്ഞാലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഊഞ്ഞാലുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നേ. അപ്പൊ അതിൽ ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പൊ ആ പ്ലാവ് ഭയങ്കര
ഒന്നാമത് ഭയങ്കര ഇലയും പിന്നെ അതൊരു എന്തോ കൊണ്ട് ഇതായി. അപ്പൊ പിന്നെ അതങ്ങ് പതിയെ മാറ്റി. അതിലൊരു ഊഞ്ഞാല ഉണ്ടായിരുന്നു. ഓണത്തിനൊക്കെ ഊഞ്ഞാല ആടും അവിടെ. അങ്ങനെ ഒരു പരിപാടിയൊക്കെ അങ്ങനെ വെക്കാറുണ്ട്. അങ്ങനെ പതിവില്ലാത്ത കാര്യം ഇത്രയും ഞാൻ രാവിലെ തന്നെ നടത്തിപ്പിക്കുന്നോണ്ട് ക്ഷീണമായോ? കുറച്ച് ക്ഷീണമാവാം. കുട്ടിക്ക് കുറച്ച് ക്ഷീണമാവാം കേട്ടോ. കുട്ടിക്ക് കുറച്ച് ക്ഷീണമാവണം എന്തായാലും. എന്നിട്ട് അപ്പോ ഇവിടെ ഇതുണ്ട്, ഇതാണ് തിയേറ്റർ. അപ്പൊ അന്ന് വീടാണ്. അപ്പൊ ഇവിടെ രാവിലെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഡോറ് തുറന്ന ഫുള്ള് സിനിമ സൗണ്ടാ. അന്ന് തുറന്നിടും, AC അല്ലല്ലോ. അപ്പൊ ഫുൾ അങ്ങനെ ഞാൻ കേട്ട അത്രയും എനിക്ക് തോന്നുന്നു വേറെ ഇപ്പോഴത്തെ മലയാളത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലും ഉണ്ടാവില്ല. 365 ദിവസവും സിനിമാ നടന്മാരുടെ ശബ്ദം കേൾക്കുക എന്നുള്ള ഒരു ഭാഗ്യം. പിന്നെ എങ്ങനെ സിനിമാ ഭ്രാന്ത് വന്നില്ലെങ്കിൽ പിന്നെ അവിടെ വന്നിട്ട് നമ്മുടെ തിയേറ്ററിൽ നമ്മുടെ മുഖം, ഇത് ഡാഡി ഇരിക്കുന്ന ഓഫീസാ. ഇത് മമ്മിയല്ലേ? അത് മമ്മിയാണ്. ഇതാണ് ഓഫീസ്. ഇത് ഡാഡി ഇരിക്കുന്ന ഓഫീസാണ്. ഇതിനകമാണ് ഓഫീസ്. ബൈച്ചേട്ടന്റെ അമ്മ. അതെ അതെ, ബൈച്ചേട്ടൻ അമ്മയെ പോലെ ഇരിക്കുന്നത്. അച്ഛന്റെ മിക്സ് ഉണ്ടല്ലേ? അമ്മ എല്ലായിടത്തും ഉണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ മുഴുവൻ മമ്മിയുടെ. മമ്മിയും ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ. മമ്മിയുടെ മമ്മി മരിച്ചെന്ന് ഫുള്ള് ഈ ഏരിയ ഫുള്ള് ബ്ലോക്ക് ആയി പോയി എന്നുള്ള അത്രയും ക്രൗഡായിരുന്നു കംപ്ലീറ്റ് വന്നിട്ട്. മമ്മി വന്നാ ഇവിടെ ആര് വന്നാലും ഭക്ഷണം കൊടുക്കാതെ വിടത്തില്ല. അപ്പൊ അത്രയും ഇതായിരുന്നു. ഇത് ഓഫീസ് സ്പേസ് ആണ്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് കയറണ്ട. പിന്നെ ഇതെന്താ ബൈച്ചോട്ടെ ഇവിടെ ഇങ്ങനെ? ഇത് നേരത്തെ ഇത് വെച്ച് അല്ല, ഇപ്പൊ നമ്മുടെ ഈ ബോട്ടാണ്. അതെ, അതിപ്പോ എന്താ മോട്ടറൊക്കെ അതിന്റെ വർക്ക് ചെയ്യുന്നില്ല? പോയോ? അല്ല, പോയിട്ടില്ല. അത് വർക്കിംഗ് ആണ്. ആണോ? അത് വർക്കിംഗ് ആണ്. ഇടയ്ക്ക് വെള്ളം ആവുമ്പോൾ. അതെ 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 അതെ. ഓക്കെ. അപ്പൊ അന്നാ ഫ്ലഡ് ഇങ്ങോട്ടൊക്കെ വെള്ളം കേറുവോ? ഇല്ല, ഇവിടെ ഫ്ലഡ് വന്നു കഴിഞ്ഞാല് വെള്ളം ഒന്നും കേറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഫുള്ള് കായലായതുകൊണ്ടിട്ട് വെള്ളം ഫുള്ള് അങ്ങ് ഒഴുകിപ്പോകും. ഓക്കെ. ഇത് ഈ വീടിന്റെയും ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ. ഈ കാറൊക്കെ ആരുടെയാ? ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങുന്നത് ക്രേസ് അങ്കിളിനാണോ മകനാണോ? മൂത്ത മകനാണോ രണ്ടാമത്തെ മകനാണോ? ഷെൽജൂനാണ് കൂടുതൽ കാറിന്റെ ക്രേസ്. പക്ഷേ ഫാദറും അങ്ങനെ പുള്ളിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഡാഡിയുടെ ബൊലീറോ അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ബൈച്ചോന്റെ ഫേവറേറ്റ് കാർ ഏതാ? ഞാനിപ്പോ ഒരു XUV 700 എടുത്തു. സ്കോർപിയോ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വണ്ടികളൊക്കെ എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ വൈറ്റ് ആണോ? എല്ലാം വൈറ്റ് എടുക്കുള്ളൂ. എന്നിട്ട് ആ വണ്ടിക്ക് എന്ത്? വണ്ടി ഇവിടെ പന്തലിന്റെ പണി നടക്കുന്ന എല്ലാ സാധനങ്ങളും അതുവഴി കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയും വണ്ടികൾ കിടക്കുമ്പോഴേ ബൈച്ചേട്ടാ ഓരോ സ്ഥലത്ത് പോകുന്ന സ്ഥലത്തെ എന്താണ് അത് നോക്കിയിട്ടായിരിക്കുമല്ലോ ഒബ്വിയസ്ലി നമ്മൾ കാർ എടുക്കുന്നുണ്ടാവുക. എന്നാലും പ്രീമിയം കാർസ് പലതുള്ളപ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ വരുമോ? വരാറുണ്ടോ? ഏതെടുക്കണം? അങ്ങനെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടില്ല. ഞാൻ ആ ഒരു പ്രീമിയം ആ ഒരു കാറ്റഗറിയിലോട്ട് എടുക്കണമെന്ന് സത്യം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല. സാധാരണ ആൾക്കാർ കൊണ്ട് നടക്കുന്ന വണ്ടീനേക്കാൾ കുറച്ചുകൂടെ മതി. അല്ലാണ്ട് ഭയങ്കര പ്രീമിയം ലെവലിലേക്ക് അങ്ങനെ. കാര്യം ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ അല്ല, എന്റെ അനിയന്മാര് മക്കള് ഇവർക്കെല്ലാം കൊണ്ട് നടക്കുന്ന ചിലപ്പോൾ മാരുതി ആൾട്ടോ ഒക്കെ നടക്കുന്ന ഞങ്ങളൊരു 100 കുടുംബാംഗങ്ങളുണ്ട് മൂലംകുഴി എന്ന് പറയുന്നത്. അതുപോലെ സൈക്കിളിൽ നടക്കുന്നവരുണ്ട്, സ്കൂട്ടറിൽ നടക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പൊ ബ്രദർ ഒരു ബെൻസ് എടുത്തത്. അപ്പൊ ഫാദറിന്റെ ഒരു അങ്ങനെ വലിയ അങ്ങനത്തെ ഒരു പോഷ് വണ്ടി. നമുക്കൊരു മീഡിയം റേഞ്ചിൽ നിൽക്കാം. അതിൽ തന്നെ കുറച്ച് ക്ലാസി ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന എന്നുള്ള രീതിയിലുള്ളതാണ് നമുക്ക് കാണാം. ഈ കാർസ് ഒക്കെ ആ ഒരു ബഡ്ജറ്റ് ലെവലിൽ വരുന്ന കാർസ് ആണ്. അപ്പൊ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ആ ഒരു ഇതിലെടുക്കുന്നത് അല്ലേ? ഓക്കെ. നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് നീങ്ങാം. ഇത് തറവാട്. ഇവിടെ ഞാൻ ബൈജുചേട്ടൻ ജനിച്ചു വളർന്ന വീടാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. തറവാട് പക്ഷേ നീണ്ടകരയിലാണ് ഒരു വീടുള്ള ശരിക്കും തറവാട്. 70 തന്നെ നീണ്ടകരയുണ്ട്. പക്ഷെ അവിടെ ഇപ്പൊ അടച്ചിട്ടിരിക്കുക. അവിടെ ഇടയ്ക്ക് പോവും, മെയിൻറ്റെയിൻ ചെയ്യും, തിരിച്ചു. അതാ ശരിക്കും ഞങ്ങളുടെ തറവാട്. ഓക്കെ. അത് ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. അതിന്റെ ഫ്രണ്ട് ഫുള്ള് ചെമ്മീൻ കിട്ടാ. അപ്പൊ എന്ത് രസമായിരിക്കും കാണാൻ. ഭയങ്കര രസമാണ് അത്. ഡാഡിയും ബ്രദറും ഒക്കെ ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഡാഡിയും അനിയനും ഫാമിലി എല്ലാരും ഉണ്ട്. ഓക്കെ, ശരി. അവരെയും കൂടെ കാണാം. അതായത് നമ്മൾ ഇക്കണ്ട ഈ പ്രോപ്പർട്ടിയുടെ ഒക്കെ ഉടമ ബൈജുചേട്ടന്റെ അച്ഛൻ. അങ്കിളിനെ എന്തായാലും കാണണം അല്ലേ? ഫസ്റ്റ് അങ്കിളിനെ കാണാം. ഹായ്. ഹായ് രമ്യ. ബ്യൂട്ടിഫുൾ ഹൗസ്, നൈസ് ഹൗസ്. അമ്മ നമ്മൾ പുറത്ത് കണ്ടിരുന്നു. ഹായ് ചേട്ടാ, രമ്യ. നമ്മൾ അങ്കിളിനെ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്കിൾ അവിടെ കുളിച്ച് നേതിച്ചൊക്കെ വരുന്നതിന്റെ സമയമാണെന്ന് തോന്നുന്നുണ്ട്. ടൈം എടുക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ഷെൽച്ചേട്ടൻ പറഞ്ഞു നമുക്കെന്നാ നമ്മുടെ വീടിനകവും കൂടെ കാണാന്ന്. പിന്നെന്താ, നല്ലൊരു വീടല്ലേ, നമുക്ക് ആ സമയം എന്റർടൈൻ ചെയ്യാം, ഈ വീടും കൂടെ കണ്ടുകൊണ്ട്. വാവ്,
ഇത് ഫുൾ അവരുടെ തന്നെ ഡിസൈൻ പാറ്റേൺ ആണോ അതോ ചേട്ടന്റെ ഐഡിയ കൂടി ഉണ്ടോ? കുറെ കണ്ടെത്തി ആണോ? ചെയ്തതാണ്. ഇവിടേക്ക് ഒരു സംഭവം ഉണ്ട്, നല്ല മിറർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓ, ഇത് ബെഡ്റൂം ആണ് അവിടെ. ഓക്കെ, അവിടെ രണ്ട് ബെഡ്റൂം, ഇവിടെ 2 ബെഡ്റൂം ആണ്. ഇത് കിച്ചൺ. ഓക്കെ, ഇത് ഡൈനിങ് ഏരിയ. ബ്യൂട്ടിഫുൾ, നല്ല നല്ല ഫാനും. ഹായ്, ഇത് ഹോട്ടലൊക്കെ പോലെ തന്നെ ഉണ്ടല്ലോ. ഈ വാഷ് ഏരിയ ഒക്കെ നമ്മുടെ ഹോട്ടലിലൊക്കെ പോലെ അതേ ഒരു ഫീൽഡ് തന്നെ ചെയ്ത് വെച്ചിരിക്കണേ. ശരിച്ചെന്നെ അവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ വീടുകൾ നിങ്ങള് ഒരറ്റത്തു നിന്ന് ആര് വിളിച്ചാലും മറ്റടുത്ത് നിൽക്കുന്നത് കേൾക്കരുത് എന്ന ഇന്റൻഷനോട് കൂടിയാണോ വീട് പണിയുന്നത്? എന്തേലും ഇങ്ങനെയൊക്കെ കിടക്കണേ. വീടായിരുന്നു, നമ്മളിത് പുതുക്കി ഒന്ന് ഇന്റീരിയർ ഒക്കെ ചെയ്തേ. അപ്പൊ ഈ ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് റിനോവേറ്റ് ചെയ്തെടുത്തോ? ഫ്രണ്ട് ഏരിയയും ഇന്റീരിയലും മൊത്തം ഒന്ന് ഇന്റീരിയർ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ കാണുന്നത് ഇത് ചെയ്തിട്ട് 2 years 2-3 years. ഓക്കെ, പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട്. വരുന്നുണ്ട്. ഹെൽത്തി, വളരെ നല്ല ഒരു ഇത് തന്നെ. അത്രയും നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഇരിക്കാന്ന് പറയുന്നത്. കാത്തിരുന്ന വസന്തം അവിടെ വെയിറ്റ് ചെയ്യണത്രേ. അങ്കിളിന്റെ അടുത്തേക്ക് പോവാം. ഹലോ അങ്കിൾ, എത്ര നേരമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു വലിയൊരു ക്രെഡിറ്റ് നൽകട്ടെ. ഈ 2 വലിയ ആമക്കളുടെ അച്ഛനായിട്ട് തോന്നില്ല, അവരെ കാട്ടിൽ യങ്ങായിട്ട് നിൽക്കുന്ന വളരെ ഒരു എന്താ പറയാ ടച്ച് കൊടുക്കട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരാളുടെ, നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു ഇതാണ്. വളരെയധികം സ്റ്റിൽ ഭയങ്കര ആക്റ്റീവാണ് അങ്കിള്. എല്ലാ കാര്യത്തിലും അങ്കിളുടെ തന്നെ മേൽനോട്ടമുണ്ട്. അങ്കിൾ ഓടി നടന്നെത്തും, അതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കും, അതേപോലെ സൗന്ദര്യവും ശ്രദ്ധിക്കും. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ഷെൽജി ചേട്ടൻ പറഞ്ഞു പേഴ്സണൽ ആയിട്ടുള്ള മേക്കപ്പ് മാൻ ഉണ്ട്, പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കാര്യങ്ങളൊക്കെ ചോർന്നെടുത്തു. എന്നാ അതൊക്കെ പോട്ടെ. എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിലും അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ തുടങ്ങിയതിനെക്കാട്ടിലും ഫ്ലറിഷ് ചെയ്തിട്ടേ ഉള്ളൂ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നും നാട്ടുകാരുടെ പ്രിയനായിട്ട് നിൽക്കുക, അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, അവരുടെ ഒരു ഇപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ഒരു രഹസ്യം, അതൊരു മെസ്സേജ് എന്നുള്ള രീതിയിൽ എന്താ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തൊന്ന് പറയും, ഒരു സീക്രട്ട്? പിന്നെ ബിസിനസ് വളരെ ചെറിയ പഠിത്തം കഴിഞ്ഞ പോലെ തുടങ്ങിയതാണ്. ബിസിനസ് ചെറുതായിട്ട് തുടങ്ങി, പിന്നെ അങ്ങനെ ആയിട്ട് വന്നു. പിന്നെ കുറച്ച് 10-40 കൊല്ലം ഞാൻ ഇവിടെ പഞ്ചായത്തിന്റെ ഒരു ജനപ്രതിനിധിയായിരുന്നു. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. 79 മുതൽ ഞാനിവിടെ 40 കൊല്ലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിട്ട് അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരുപാട് വർക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് എല്ലാവരുടെയും നല്ല സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബിസിനസ്സിൽ വളർച്ചയുണ്ടായി. ഓരോ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഞാൻ എല്ലാത്തിലും എനിക്ക് എന്റെ ശ്രദ്ധ എനിക്ക് എല്ലാം എന്റെ ശ്രദ്ധയിലേക്ക് കൂടിയാണ് പോകുന്നത്. താരങ്ങളുടെ വീടുകൾ കാണാൻ ആരാധകർക്ക് എന്നും ഇഷ്ടമാണ് അല്ലേ? സാധാരണ ഫ്ലാറ്റുകളിലൊക്കെയാണ് താമസിക്കാറെങ്കിലും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഒരു വീട് തനിക്കും കുടുംബത്തിനും സമാധാനമായി കുറച്ചു സമയം ചിലവഴിക്കാൻ ഒരു വീട് എല്ലാ താരങ്ങളും ഒരുക്കാറുണ്ട്. ബൈജു എഴുപുന്ന എന്ന നടനെ നമുക്കറിയാം. കൂടുതലും വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയിട്ടുള്ള താരത്തിന്റെ വീട് അതിമനോഹരമാണ്. ആ വീട് കണ്ടാൽ ആരും ഒന്ന് ഞെട്ടും. ഏക്കർ കണക്കിന് സ്ഥലത്ത് വലിയൊരു വീട്, കാർ പോർച്ചിൽ നിറയെ കാറുകളും ജീപ്പും ഒക്കെ നിറഞ്ഞു കിടക്കുന്നു. ആ വീടിന്റെ ഉള്ളിൽ ഒരു നിധിയുണ്ട്. ബൈജു എഴുപുന്ന തന്നെയാണ് ആ നിധിയെക്കുറിച്ച് പറയുന്നത്. എന്തായാലും അതിമനോഹരമായ ആ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ശരിക്കും നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടും. കാരണം ഇങ്ങനെയൊരു താരത്തിന് ഇത്രയും മനോഹരമായൊരു വീടോ, കാരണം കൊട്ടാര സദൃശ്യമായ ഒരു വീടാണ്, വലിയൊരു, അതിന് നടുക്ക് തന്നെ ഏക്കർ കണക്കിന് സ്ഥലത്ത് നിൽക്കുന്ന ഈ വീടിന്റെ ഇരുവശങ്ങളിലും ഇവരുടെ തന്നെ ഇതായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അവിടെ തന്നെയും ഹോട്ടലിലെ തന്നെ ഫീൽ ചെയ്തിരിക്കുന്ന ഒരു ലക്ഷറി വീടാണ് ബൈജു എഴുപുന്നയുടേത്.